നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോന, what do you mean by globular proteins? Hmm. 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 Okay, mute ചെയ്തോ അലീന. ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ലെവൽ പറ. Hmm. 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 Okay. ഷിഹാന, okay, based on composition പറ. Hmm. Conjugated. Conjugated. Dipeptides. Okay. റിസാന, okay, based on biologic functions പറ. Hmm. Hmm. Hemosiderin. Hmm. Hmm. ഓക്കെ, ഇത്രയാണ് ഇന്നലെ പറഞ്ഞത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് കൊടുക്കാം, കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് അമിനോ ആസിഡ്സ്. കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് അമിനോ ആസിഡ്സിന് ഹെഡിങ് കൊടുക്കാം. Okay, in that point wise, first point, amino acids are the basic structural units of proteins. Amino acids are the basic structural units of proteins. അതായത് പ്രോട്ടീൻസിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. അതായത് പ്രോട്ടീൻസിന്റെ രൂപപരമായിട്ടുള്ള അടിസ്ഥാന യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ്. ഓൾറെഡി നമ്മൾ പ്രോട്ടീൻസ് പറഞ്ഞു, അമിനോ ആസിഡ്സ് കൂടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നതെന്ന്. സോ പ്രോട്ടീൻസിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ഈ അമിനോ ആസിഡ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്.
amino acids are the basic structural unit of proteins. അതായത് പ്രോട്ടീൻസിന്റെ രൂപപരമായിട്ടുള്ള അടിസ്ഥാന യൂണിറ്റ്സ് ആണ് ഈ അമിനോ ആസിഡ്സ്. Then second point, protein when hydrolyzed either by boiling with acids or by the action of enzymes like trypsin are broken down into amino acids. അതായത് പ്രോട്ടീൻസ് ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ when hydrolyzed ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ അതായത് ഒന്നെങ്കിൽ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് ബോയിൽ ചെയ്യുന്ന വഴി ബൈ ബോയിലിംഗ് വിത്ത് ആസിഡ്സ് അതായത് ആസിഡ്സിന്റെ സാന്നിധ്യത്തിൽ ബോയിൽ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ എൻസൈംസിന്റെ ആക്ഷൻ വഴിയോ എൻസൈംസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ ആ എൻസൈമിന്റെ ആക്ഷനോ നടക്കുന്ന സമയത്ത് അമിനോ ആസിഡ്സ് എന്താകും ബ്രേക്ക് ഡൗൺ നടക്കും ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് എന്താകും അമിനോ ആസിഡ്സ് ആയിട്ട് മാറും അതായത് പ്രോട്ടീൻ ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുമ്പോൾ പ്രോട്ടീൻ വെൻ ഹൈഡ്രോലൈസ്ഡ് ഏതർ ബൈ അതായത് പ്രോട്ടീൻ ഹൈഡ്രോലൈസിസ് നടന്നിട്ടാണ് അമിനോ ആസിഡ്സ് രൂപം കൊള്ളുക അതായത് ഹൈഡ്രോലൈസിസ് നടക്കുന്ന രണ്ട് വഴികളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ആസിഡ്സിന്റെ സാന്നിധ്യത്തിൽ ബോയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻസൈം ആക്ഷൻ നടന്നിട്ട് എൻസൈമിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ അതായത് പ്രോട്ടീൻസ് ഹൈഡ്രോലൈസിസ് നടന്നിട്ട് എന്താകും അമിനോ ആസിഡ്സ് ആയിട്ട് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അമിനോ ആസിഡ്സ് രൂപം കൊള്ളും ഇതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻ വെൻ ഹൈഡ്രോലൈസ്ഡ് either by boiling with acids or by the action of enzymes like trypsin are broken down into amino acids. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോട്ടീൻ ഹൈഡ്രോലൈസിസ് നടക്കുമ്പോൾ എന്താകും അമിനോ ആസിഡ്സ് ആയിട്ട് മാറും അതായത് പ്രോട്ടീൻസിന്റെ ബ്രേക്ക് ഡൗൺ നടക്കും എന്നിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറും അത് ഏതെല്ലാം വഴി കൂടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രോട്ടീൻസിനെ ആസിഡ്സിന്റെ സാന്നിധ്യത്തിൽ ബോയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻസൈം റിയാക്ഷൻ എൻസൈമിന്റെ ആക്ഷൻ നടന്നിട്ട് എൻസൈമിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ ട്രിപ്സിന്റെ എല്ലാം ആക്ഷൻ നടന്നിട്ട് എന്താകും പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. Then third point, all amino acids are ampholytes. Each contain an amino and carboxyl group. അതായത് എല്ലാ അമിനോ ആസിഡ്സും ആംഫോലൈറ്റ്സ് ആണ്. ആംഫോലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ട് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് അതായത് ആസിഡും ബേസും ആയിട്ട് പ്രവർത്തിക്കുന്നതിനെ റിയാക്ട് ചെയ്യുന്നതിനെയാണ് ആംഫോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓൾ അമിനോ ആസിഡ്സ് ആർ ആംഫോലൈറ്റ്സ് അതായത് എല്ലാ അമിനോ ആസിഡ്സും എന്താണ് ആസിഡും ബേസും ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. റിയാക്ട് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് അതിനെയാണ് ആംഫോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. All amino acids are ampholytes. Then each contain an amino and carboxyl group. ഓരോ അമിനോ ആസിഡിൽ എന്തുണ്ട് ഒരു അമിനോ ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട്. Each contain an amino group and carboxyl group. Then next point, high melting point. Amino acidsന് high melting point ആണുള്ളത്. Then next point, colorless ആയിരിക്കും. Colorless. Next point, may be sweet or bitter. അല്ലെങ്കിൽ sweet taste ആകാം അല്ലെങ്കിൽ bitter taste ആകാം. Next point, most proteins produce approximately 20 amino acids. Most proteins produce approximately 20 amino acids. അതായത് കൂടുതൽ പ്രോട്ടീൻസ് എന്താണ് 20 അമിനോ ആസിഡ്സിനെയാണ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മീൻസ് ഏകദേശം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് കൂടുതൽ പ്രോട്ടീൻസും ഒരു 20 അമിനോ ആസിഡ്സിനെയാണ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അമിനോ ആസിഡ്സിന്റെ ഈ പോയിന്റ്സ് ക്ലിയർ ആയോ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, അമിനോ ആസിഡ്സ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ്. അതായത് പ്രോട്ടീൻസിന്റെ രൂപപരമായിട്ടുള്ള അടിസ്ഥാന യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ്. Then second point, proteins when hydrolyzed either by boiling with acids or by the action of enzymes like trypsin are broken down into amino acids. അതായത് പ്രോട്ടീൻ ഹൈഡ്രോലൈസിസ് നടന്നിട്ടാണ് എന്താകുന്നത് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നത്. അതായത് ഏതെല്ലാം പ്രവർത്തനം വഴിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആസിഡ്സിന്റെ സാന്നിധ്യത്തിൽ ബോയിൽ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ എൻസൈം ആക്ഷൻ നടന്നിട്ട് ആ എൻസൈമിന് എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ. അങ്ങനെ ആ രണ്ട് പ്രവർത്തനങ്ങൾ വഴി എന്താകും പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അമിനോ ആസിഡ്സ് രൂപം കൊള്ളും.
Then third point, all amino acids are ampholytes, each contain amino and carboxyl group. എല്ലാ അമിനോ ആസിഡ്സും ആംഫോലൈറ്റ്സ് ആണ്, മീൻസ് ബോത്ത് ആസിഡും ബേസും ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്, റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഓരോ അമിനോ ആസിഡ്സിലും ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട്. ദെൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. മെൽറ്റ് ചെയ്യാൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, കൂടിയ അളവിലുള്ള മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ കളർലെസ് ആയിരിക്കും. ദെൻ മേ ബി സ്വീറ്റ് ഓർ ബിറ്റർ, ഒന്നെങ്കിൽ സ്വീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് അപ്രോക്സിമേറ്റ്ലി 20 അമിനോ ആസിഡ്സ്. കൂടുതൽ പ്രോട്ടീൻസ് ഒരു 20 അമിനോ ആസിഡ്സിനെങ്കിലും ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയ പോയിന്റ്സ്? Is it clear? Okay. Next heading കൊടുക്കുക, importance of amino acids. Importance of amino acids എന്ന heading കൊടുക്കുക. Okay. In that first point, formation of proteins. Formation of proteins. Hyphen ഇട്ടിട്ട് എഴുതുക. അതായത് പ്രോട്ടീൻസിന്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്, പ്രോട്ടീൻസ് രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, hyphen ഇട്ടിട്ട് എഴുതാം. Amino acids joined by peptide bonds to form proteins and peptides. Amino acids joined by peptide bonds to form proteins and peptides. അതായത് അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോൺസുമായി ജോയിൻ ചെയ്ത്, പെപ്റ്റൈഡ് ബോൺസുമായിട്ട് ജോയിൻ ചെയ്ത് പ്രോട്ടീൻസിനെ രൂപം കൊള്ളിക്കും, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് രൂപം കൊള്ളും. പ്രോട്ടീൻസും അതുപോലെ തന്നെ പെപ്റ്റൈഡ്സും രൂപം കൊള്ളും. ഓക്കെ, അമിനോ ആസിഡ്സ് ജോയിൻഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ടുമായിട്ട് ജോയിൻ ചെയ്തു, മീൻസ് പരസ്പരം കണക്ട് ചെയ്തിട്ട്, ഓൾറെഡി പഠിച്ചതാണ് പ്രോട്ടീനിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് സഹായിക്കുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. മീൻസ് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കേജ് ആണ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ അമിനോ ആസിഡ്സ് പരസ്പരം ജോയിൻ ചെയ്തിട്ട്, അതായത് പെപ്റ്റൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ട് പ്രോട്ടീൻസ് രൂപം കൊള്ളും, അതുപോലെ തന്നെ പെപ്റ്റൈഡ്സും രൂപം കൊള്ളും. പെപ്റ്റൈഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻസ്. അതായത് അമിനോ ആസിഡ്സ് ജോയിൻഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്സ് ടു ഫോം പ്രോട്ടീൻസ് ആൻഡ് പെപ്റ്റൈഡ്സ്. ദെൻ സെക്കൻഡ് പോയിന്റ്, formation of glucose. Formation of glucose. Okay, അതായത് ഗ്ലൂക്കോസിന്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Glucogenic amino acids are converted to glucose in body. Glucogenic amino acids are converted to glucose in body. അതായത് ഗ്ലൂക്കോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ശരീരത്തിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, അതായത് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അങ്ങനെ ശരീരത്തിൽ നിലനിൽക്കുക. ഓക്കെ, അതാണ് ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ദെൻ തേർഡ് പോയിന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അമോണിയ. ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അമോണിയ. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Glutamine play a role in transport and storage of amino nitrogen in the form of ammonia. അതായത് ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് അതിന് സഹായിക്കുന്നത് പ്ലേ എ റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ദി സ്റ്റോറേജ് ഓഫ് അമിനോ നൈട്രജൻ. അതായത് അമിനോ നൈട്രജന്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ സ്റ്റോറേജിനും സഹായിക്കും. അതായത് ഇൻ ദ ഫോം ഓഫ് അമോണിയ, അതായത് അമോണിയയുടെ രൂപത്തിലായിരിക്കും ഈ അമിനോ നൈട്രജനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. തേർഡ് പോയിന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അമോണിയ. അതായത് അമോണിയയുടെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജിനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഗ്ലൂട്ടാമിൻ പ്ലേ എ റോൾ ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അമിനോ നൈട്രജൻ ഇൻ ദ ഫോം ഓഫ് അമോണിയ. അതായത് അമിനോ നൈട്രജനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അമോണിയയുടെ രൂപത്തിലായിരിക്കും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്. Then fourth point, enzyme activity. Enzyme activity. Okay, ഇതിന് enzyme activity ഉണ്ട്. Okay, hyphen ഇട്ട് എഴുതുക. Cysteine has an important role in activity of certain enzymes. അതായത് സിസ്റ്റൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സ് ആണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ എൻസൈം ആക്ടിവിറ്റീസിൽ. ഓക്കെ, ഇതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എൻസൈം ആക്ടിവിറ്റി
that cysteine has an important role in activity of certain enzymes. Okay, അതായത് ഒരുപാട് എൻസൈംസിന്റെ ആക്ടിവിറ്റിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് സിസ്റ്റൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ്. Then fifth one, buffer. ബഫർ ആയിട്ടും നിലകൊള്ളുന്നുണ്ട്, ബഫർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഹൈഫനേറ്റ് ചെയ്ത both free amino acids and some amino acids found in protein can potential act as buffer. അതായത് ഫ്രീ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സും ബഫർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ശക്തിയുള്ള ബഫർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. Okay, both free amino acids and some amino acids found in protein can potential act as buffer. അതായത് ഫ്രീ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസിൽ കാണപ്പെടുന്ന ചില അമിനോ ആസിഡ്സ് ബഫർ ആയിട്ട്, വളരെ ശക്തിയുള്ള ബഫർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. Full stop. In continuation, histidine can serve as the best buffer at physiological pH. Okay, അതായത് ഹിസ്റ്റിഡിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ് കൂടുതലായിട്ടും ബഫർ ആയിട്ട് നിലകൊള്ളുന്നത്. Okay, serve as best buffer at physiological pH. Means ഫിസിയോളജിക്കൽ ആയിട്ടുള്ള pH ല് ഒരു ബെസ്റ്റ് ബഫർ ആയിട്ട് നിലകൊള്ളുന്നത് ഹിസ്റ്റിഡിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ്. Okay, histidine can serve as the best buffer at physiological pH. Next, ആറാമത്തെ importance in that detoxification of reactions. Detoxification reaction. Okay, അതായത് in that glycine, cysteine and methionine are involved in the detoxification of toxic substances. അതായത് വിഷാംശങ്ങൾ ഇല്ലാതാക്കുന്ന റിയാക്ഷൻസ് അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡീടോക്സിഫിക്കേഷൻ റിയാക്ഷൻസ്. ഓക്കെ, അതിൽ വരുന്നത് ഗ്ലൈസിൻ ആൻഡ് സിസ്റ്റൈൻ ആൻഡ് മെത്തിനോൺ, അങ്ങനെ 3 അമിനോ ആസിഡ്സ് ആണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിന്റെ, വിഷപദാർത്ഥങ്ങളുടെ ഡീടോക്സിഫിക്കേഷന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 3 അമിനോ ആസിഡ്സ് ആണ് ഗ്ലൈസിൻ, സിസ്റ്റൈൻ ആൻഡ് മെത്തിയോണിൻ. ദെൻ ഏഴാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഫോർമേഷൻ ഓഫ് ബയോളജിക്കലി ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഇൻ ദ ബോഡി. അതായത് ശരീരത്തിൽ ബയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളുടെ എല്ലാം രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ പറയാം importance of amino acids. In that first point, formation of proteins, then second one, formation of glucose, then third one, transport and storage of ammonia, then enzyme activity, then buffer, then detoxification reactions, then formation of biologically important compounds in the body. അതായത് ശരീരത്തിൽ ബയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. Is it clear? Clear ആയോ? Okay, formation of biologically important compounds in the body. Formation of biologically important compounds in the body. അതായത് ശരീരത്തിൽ ബയോളജിക്കൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. Is it clear? മൂന്നാമത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അമോണിയ. അതായത് അമോണിയയെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്യാനും സൂക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ്, glutamine play a role in transport and storage of amino nitrogen in the form of ammonia. അതായത് ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതായത് അമിനോ നൈട്രജന്റെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും ആണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതായത് അമോണിയയുടെ രൂപത്തിലാണ് ഈ അമിനോ നൈട്രജനെ കൊണ്ടുപോകുന്നത്. അമോണിയയുടെ രൂപത്തിലാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും. അമിനോ നൈട്രജൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ അമോണിയയുടെ രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ്. Then others, any doubt? Any doubt? മൂന്നാമത്തെ ഡീടോക്സിഫിക്കേഷൻ റിയാക്ഷൻ. അതായത് വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്ന
പ്രോസസ്സ് പ്രക്രിയകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഗ്ലൈസിൻ, സിസ്റ്റിൻ ആൻഡ് മെത്തിയോണിൻ, അങ്ങനെ 3 അമിനോ ആസിഡ്സ്, അതായത് ഗ്ലൈസിൻ, സിസ്റ്റിൻ, മെത്തിയോണിൻ, ഈ 3 അമിനോ ആസിഡ്സ് ആണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിൽ. ഇൻവോൾവ്ഡ് ഇൻ ദ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്, അതായത് വിഷപദാർത്ഥങ്ങളുടെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 3 അമിനോ ആസിഡ്സ് ആണ് ഗ്ലൈസിൻ, സിസ്റ്റിൻ ആൻഡ് മെത്തിയോണിൻ. അതായത് ഡീടോക്സിഫിക്കേഷൻ റിയാക്ഷനിൽ ഈ അമിനോ ആസിഡ്സ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Then others, any doubt ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെല്ലിയ, കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് അമിനോ ആസിഡ്സ് പറ. സെല്ലിയ, കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് അമിനോ ആസിഡ്സ് പറ. ഓക്കെ. ഷെമീന, ഷെമീന, ഷംന, ഷംന, ഷിഹാന, ഷിഹാന. Okay, what are the importance of amino acids? Okay. അടുത്ത ഹെഡിങ് കൊടുക്കാം. അടുത്തൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം, സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കാം, സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. Okay, underline ചെയ്യാം. In that, arginine and histidine. Arginine and histidine are synthesized partially by the body. Synthesized by partially the body, but not at the rate to meet the requirement in growing children, pregnant or lactating women. അതായത് സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർഗിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഓക്കെ, അതായത് 2 അമിനോ ആസിഡ്സ് ആണ് അർഗിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ആർ സിന്തസൈസ്ഡ് പാർഷ്യലി ബൈ ദ ബോഡി. ഇത് ബോഡിയിൽ
പാർഷ്യലി ആണ്, മീൻസ് ഭാഗികമായിട്ട് മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ, പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ, സിന്തസൈസിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, ബട്ട് നോട്ട് അറ്റ് ദ റേറ്റ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഇൻ ഗ്രോവിംഗ് ചിൽഡ്രൻ, പ്രഗ്നന്റ് ഓർ ലാക്ടേറ്റിംഗ് വുമൺ. അതുകൊണ്ട് തന്നെ, അതായത് ഇത് കുറഞ്ഞ അളവിലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയാ, ഈ റിക്വയർമെന്റ് മീൻസ് അതിന്റെ ഒരു അളവ് എന്താ പറയാ, ഗ്രോവിംഗ് ചിൽഡ്രനെ മീൻസ് വളരുന്ന കുട്ടിക്കോ അതുപോലെ തന്നെ പ്രഗ്നന്റിനോ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വുമണിനോ ഒന്നും എന്താ പറയാ ആ റിക്വയർമെന്റുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതാണ് സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, എന്നോട് പറയാം, സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ arginine and histidine are synthesized partially by the body but not at the rate to meet the requirement in growing children, pregnant or lactating women. അതായത് അർഗിഡിൻ, ഹിസ്റ്റിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ബോഡിയിൽ ഭാഗികമായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റുമായിട്ട് ഈ അതിന്റെ ഒരു റിക്വയർമെന്റ്, അതിന്റെ ഒരു അളവുമായിട്ട് ഗ്രോവിംഗ് ചിൽഡ്രൻ വളരുന്ന കുട്ടി, അതുപോലെ തന്നെ പ്രഗ്നന്റ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വുമൺ അവര് യോജിച്ച് പോകുന്നില്ല. ഓക്കെ, ബട്ട് ആ ഒരു റേറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, നോൺ ഇസെൻഷ്യൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കാം, ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. Essential amino acids. In that underline ചെയ്യാം, there are 8 amino acids not synthesized by the body and therefore must be taken in the diet. There are 8 amino acids not synthesized by the body and therefore must be taken in the diet. അതായത് 8 അമിനോ ആസിഡ്സ്. ഓക്കെ, 8 അമിനോ ആസിഡ്സ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, നോട്ട് സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. അതായത് ശരീരത്തിൽ 8 അമിനോ ആസിഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ആ 8 അമിനോ ആസിഡ്സ് മസ്റ്റായിട്ട് ഡയറ്റിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇതാണ് ആ പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. There are 8 amino acids not synthesized by the body and therefore must be taken in the diet. അതായത് 8 അമിനോ ആസിഡ്സ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ അമിനോ ആസിഡ്സ് നമ്മൾ എന്താണ് ഡയറ്റിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. ഓക്കെ, അമിനോ ആസിഡ്സിന്റെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ലൂസിൻ. ലിയൂസിൻ. രണ്ടാമത്തത് ഐസോലിയൂസിൻ. ഒന്നാമത്തത് ലിയൂസിൻ, രണ്ടാമത്തത് ഐസോലിയൂസിൻ, മൂന്നാമത്തത് ത്രിയോണിൻ, നാലാമത്തത് ട്രിപ്റ്റോഫാൻ. നെക്സ്റ്റ് വൺ ഫീനൈൽ അലാനിൻ. നെക്സ്റ്റ് വൺ വാലിൻ. നെക്സ്റ്റ് വൺ മെത്തിയോണിൻ. ലാസ്റ്റ് വൺ ലൈസിൻ. ഒന്നുകൂടി പറയാം, 8 അമിനോ ആസിഡ്സ് ആണ്. 8 അമിനോ ആസിഡ്സ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലിയൂസിൻ, സെക്കൻഡ് വൺ ഐസോലിയൂസിൻ, തേർഡ് വൺ ത്രിയോണിൻ, നെക്സ്റ്റ് വൺ ട്രിപ്റ്റോഫാൻ, നെക്സ്റ്റ് വൺ ഫീനൈൽ അലാനിൻ, നെക്സ്റ്റ് വൺ വാലിൻ, next one methionine, last one lysine. Okay, ഇത്രയാണ് essential amino acids. Okay, അടുത്തൊരു പോയിന്റ് ആയിട്ട് അതിൽ തന്നെ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. essential amino acids അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. Adequate amounts of essential amino acids are required to maintain the proper nitrogen balance in the body. അതായത്
അഡിക്വേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡിന്റെ അളവ് ശരീരത്തിലെ നൈട്രജൻ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. Adequate amounts of essential amino acids are required to maintain the proper nitrogen balance in the body. ശരീരത്തിലെ നൈട്രജൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അഡിക്വേറ്റ് amount ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആവശ്യമാണ്. ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. Any doubt? Any doubt? Okay. Adequate amounts of essential amino acids are required to maintain the proper nitrogen balance in the body. അതായത് കറക്റ്റ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ, അതായത് ഇപ്പൊ പറഞ്ഞ 8 അമിനോ ആസിഡ്സിന്റെ അളവ് ആവശ്യമാണ്. ഓക്കെ, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ നൈട്രജൻ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഓക്കെ, ശരീരത്തിലെ നൈട്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Is it clear? ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. പഠിച്ചിട്ട് വരാം. താങ്ക് യു.